So now we are going to see design of canal through alluvial soil. There are two theories based on which we can design canal through alluvial soil. First is Kennedy's theory. Kennedy's theory. Kennedy selected a number of sites on Upper Barry Doab Canal system, one of the oldest in Punjab, Pakistan, for carrying out investigations about velocity and depth of the channel. The selected site did not require any silt clearance for more than 30 years and is supposed to be flowing with non-silting, non-scouring velocity. So Kennedy study നടത്താൻ വേണ്ടി ചൂസ് ചെയ്തത് ഓൾഡ് പാകിസ്ഥാനിലുള്ള അപ്പർ ബാരി ഡോവാബ് കനാൽ ആണ്, ഓൾഡസ്റ്റ് ഇൻ പഞ്ചാബ് പാകിസ്ഥാൻ, ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻവെസ്റ്റിഗേഷൻസ് അബൌട്ട് വെലോസിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് ചാനൽ. ഡെപ്ത് ഓഫ് ചാനലും വെലോസിറ്റിയെ കുറിച്ചും സ്റ്റഡി ചെയ്യാൻ വേണ്ടി കെനഡി സെലക്ടഡ് നമ്പർ ഓഫ് സൈറ്റ്സ് ഓൺ അപ്പർ ബാരി ഡോവാബ് കനാൽ ഇൻ പഞ്ചാബ്. ആ സൈറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? ദ സെലക്ടഡ് സൈറ്റ് ഡിഡ് നോട്ട് റിക്വയർ സിൽറ്റ് ക്ലിയറൻസ് ഫോർ മോർ ദാൻ 30 ഇയേഴ്സ്. ഒരു 30 വർഷത്തിലേറെ ആയിട്ട് അവിടെ സിൽറ്റ് ക്ലിയറൻസിന്റെ ആവശ്യമേ വന്നില്ല. ആൻഡ് ദ സപ്പോസ് ടു ബി ഫ്ലോയിങ് വിത്ത് നോൺ സിൽറ്റിംഗ് നോൺ സ്കവറിംഗ് വെലോസിറ്റി. അവിടുത്തെ ഫ്ലോ എന്ന് പറയുന്നത് നോൺ സിൽറ്റിംഗ് നോൺ സ്കവറിംഗ് വെലോസിറ്റി വെച്ചിട്ടായിരുന്നു. സോ കെനഡിയുടെ സ്റ്റഡിയിലെ പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. സോ ദ സ്റ്റഡി റിവീൽഡ് ദാറ്റ് first, the flowing water has to counteract some amount of friction against the bed of canal. Flowing water has to counteract friction against bed of canal, and this gives rise to vertical eddies rising up gently to the surface, and eddies are responsible for keeping most of the silt in suspension. Some eddies may start from sides, but these are for most of its part horizontal and so do not have any silt supporting power. The silt supporting power is therefore proportional to the bed width of the stream and not to its wetted perimeter. So Kennedy's theory ile ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? Flowing water has to counteract some amount of friction against the bed of canal. Flowing water has to counteract some friction against canal bed. Canal ബെഡിന് അഗേൻസ്റ്റ് ആയിട്ട് ഫ്ലോയിങ് വാട്ടറിന് ഫ്രിക്ഷനെ കൗണ്ടറാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രിക്ഷൻ കാരണം അവിടെ എന്തുണ്ടാവുന്നു? ഇങ്ങനെ ഫ്രിക്ഷനെ കൗണ്ടറാക്ട് ചെയ്യുന്ന കാരണം അവിടെ വെർട്ടിക്കൽ എഡീസ് ഫോം ചെയ്യും. വെർട്ടിക്കൽ എഡീസ് എങ്ങനെയാണ് വരുന്നത്? ദേ ആർ റൈസിങ് അപ്പ് ജെന്റ്ലി ടു ദ സർഫസ്. സർഫസിലോട്ട് ജെന്റ്ലി റൈസ് ചെയ്യുന്ന വെർട്ടിക്കൽ എഡീസ് അവിടെ ഫോം ചെയ്യും. ഈ എഡീസ് ആണ് സിൽറ്റിനെ സസ്പെൻഷനിൽ വെക്കുന്നത്. എഡീസ് ആണ് അവിടെ വരുന്ന സിൽറ്റിനെ സസ്പെൻഷനിൽ നിർത്തുന്നത്. ആൻഡ് സിൽറ്റ് സപ്പോർട്ടിംഗ് പവർ ഇസ് പ്രൊപ്പോർഷണൽ ടു ബെഡ് വിഡ്ത്ത് ഓഫ് സ്ട്രീം ആൻഡ് നോട്ട് ഇറ്റ്സ് വെറ്റഡ് പെരിമീറ്റർ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലോയിങ് വാട്ടറിന് കനാൽ ബെഡിന് അഗേൻസ്റ്റ് ആയിട്ട് ഫ്രിക്ഷനെ കൗണ്ടറാക്ട് ചെയ്യണം. അത് കാരണം എന്താണ്? Eddies are formed which keeps silt in suspension. Which keeps silt in suspension. പിന്നെ പറയുന്നത് എന്താണ്? Silt supporting power is proportional to bed width of stream. Silt supporting power is proportional to bed width of stream. Streamന്റെ bed widthന് proportional ആണ് silt supporting power. അതാണ് first point. Second is Kennedy defined critical velocity as non-silting, non-scouring velocity and gave a relation between critical velocity to depth of flowing water.
സോ കെനഡി പറയുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് നോൺ സിൽറ്റിംഗ് നോൺ സ്കവറിംഗ് വെലോസിറ്റി ആണ്. എന്നിട്ട് ക്രിട്ടിക്കൽ വെലോസിറ്റിയും ഡെപ്ത് ഓഫ് ഫ്ലോയിങ് വാട്ടറും തമ്മിലൊരു റിലേഷനും കൂടെ ഫോർമുലേറ്റ് ചെയ്തു. അതാണ് സെക്കൻഡ്. ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് നോൺ സിൽറ്റിംഗ് നോൺ സ്കവറിംഗ് വെലോസിറ്റി. എന്നിട്ട് ഒരു റിലേഷനും കൂടെ പറഞ്ഞു. ഇപ്പൊ അപ്പർ ബാരി ഡൊവാബ് കനാലിന് ഒരു റിലേഷൻ ഉണ്ട്, ജനറൽ റിലേഷൻ ഉണ്ട്. V0 is equal to 0.55 d raised to 0.64. ഇതെന്ന് പറയുന്നത് ഇപ്പൊ സെലക്ട് ചെയ്ത സൈറ്റിന്. ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ V0 is equal to CD raised to n, where V0 is the critical velocity. ഇവിടെ V0 ആണ് critical velocity, D is the depth of flow, and n is in the index number. V0 critical velocity V0 is equal to 0.55 d raised to 0.64 എന്ന് പറയുന്നത് കെനഡി ചൂസ് ചെയ്ത സൈറ്റിലെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഇത്. സോ ജനറലി ഇക്വേഷൻ പറയുവാണെങ്കിൽ V0 is equal to CD raised to n. Since the equation has been derived on the basis of observations on one canal system only, it is applicable only to those canals which are flowing in sandy silt of the same quality or grade as that of Upper Barry Dewar Canal system. അതായത് ഇപ്പം കെനഡിയുടെ സ്റ്റഡി നടത്തിയിരിക്കുന്നത് അപ്പർ ബാരി ഡൊവാർ സിസ്റ്റത്തിലാണ്. അപ്പർ ബാരി ഡൊവാർ കനാൽ സിസ്റ്റത്തിലാണ് കെനഡി സ്റ്റഡി നടത്തി ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. സോ ഈ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു ദോസ് ചാനൽസ് ഹാവിംഗ് സെയിം ക്വാളിറ്റി ഓർ ഗ്രേഡ് ഓഫ് സാൻഡി സിൽട്ട് ആസ് ദാറ്റ് ഓഫ് അപ്പർ ബാരി ഡൊവാർ കനാൽ സിസ്റ്റം. സോ അപ്പർ ബാരി ഡൊവാർ കനാൽ സിസ്റ്റത്തിലെ സാൻഡി സിൽറ്റിന്റെ സെയിം ഗ്രേഡോ ക്വാളിറ്റിയോ ഉള്ള വേറെ ഏത് കനാൽ സിസ്റ്റത്തിലും മാത്രമേ ഈ ഇക്വേഷൻ നമുക്ക് വാലിഡ് ആയിട്ടുള്ളൂ. അപ്പർ ബാരി ഡൊവാർ കനാലിൽ നിന്ന് സ്റ്റഡി നടത്തിയാണ്, ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാത്രം സ്റ്റഡി നടത്തി ഡെവലപ്പ് ചെയ്തതാണ് ഈ ഇക്വേഷൻ. സോ അതേപോലത്തെ സാൻഡി സിൽറ്റ് വരുന്ന, അതേപോലത്തെ ക്വാളിറ്റിയോ ഗ്രേഡോ ഉള്ള സാൻഡി സിൽറ്റ് വരുന്ന വേറൊരു ചാനലിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ, എല്ലായിടത്തും പറ്റില്ല. സോ കെനഡി ലേറ്റർ റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സിൽറ്റ് ഗ്രേഡ് ഓൺ ക്രിട്ടിക്കൽ വെലോസിറ്റി. അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റിയെ സിൽറ്റ് ഗ്രേഡ് അഫക്ട് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കെനഡി ഒരു ഫാക്ടർ m കൊണ്ടുവന്നു, ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ. കെനഡി ഇപ്പൊ നമ്മൾ അപ്പർ ബാരി ഡൊവാർ കനാലിലെ സ്റ്റഡി വെച്ചിട്ട് ഈ ഇക്വേഷൻ എടുത്തു. സോ ഈ ഇക്വേഷൻ എവിടെയെല്ലാം വാലിഡ് ആണ്? അപ്പർ ബാരി ഡൊവാർ കനാൽ സിസ്റ്റത്തിൽ ഉള്ളതുപോലത്തെ സാൻഡി സിൽറ്റ് വരുന്ന കനാൽസിൽ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ലേറ്റർ കുറച്ച് കഴിഞ്ഞപ്പോൾ കെനഡിക്ക് മനസ്സിലായി സിൽറ്റ് ഗ്രേഡിന് ക്രിട്ടിക്കൽ വെലോസിറ്റിയെ അഫക്റ്റ് ചെയ്യാൻ പറ്റും. സിൽറ്റ് ഗ്രേഡ് ക്രിട്ടിക്കൽ വെലോസിറ്റിയെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ m. So critical velocity ratio m is equal to critical velocity for the area divided by critical velocity for upper Barry Dewar canal. ഇനി സോ അങ്ങനെ ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്നൊരു ടേമും കൂടെ കെനഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? V0 is equal to 0.55 m
d raised to 0.64. ഇക്വേഷൻ ഇങ്ങനെ മാറും. Where m is the critical velocity ratio. ഇനി mean velocity കണ്ടുപിടിക്കാൻ കട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തു. mean velocity കണ്ടുപിടിക്കാൻ കെനഡി കട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തു. നമ്മൾ എഫ്എമ്മിൽ പഠിച്ചിട്ടുണ്ട് ഓപ്പൺ ചാനൽ ഫ്ലോയിലെ കട്ടേഴ്സ് ഇക്വേഷൻ. എന്താണ് കട്ടേഴ്സ് ഇക്വേഷൻ? b is equal to 23 plus 1 by n plus 0.00155 divided by s the whole divided by 1 plus 23 plus 0.00155 by s the whole into n by root r the whole into root rs which is equal to c root rs. ഇങ്ങനെ എഴുതാം. ഇതാണ് കട്ടേഴ്സ് ഇക്വേഷൻ. സോ കട്ടേഴ്സ് ഇക്വേഷൻ ഉപയോഗിച്ചാണ് കെനഡി മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിച്ചിരുന്നത്. To find out mean velocity of flow, Kennedy used the Cutter's equation. V is equal to 23 plus 1 by n plus 0.00155 by s divided by 1 plus 23 plus 0.00155 by s into n by root r the whole into root of rs which can be written as c root rs. So mean velocity കണ്ടുപിടിക്കാൻ Kennedy ഉപയോഗിച്ചിരുന്നത് Cutter's equation ആണ്. Then continuity equation ഉപയോഗിച്ച് നമുക്ക് discharge കണ്ടുപിടിക്കാം. Q is equal to A into V. That is continuity equation. Cutter's equation ഉപയോഗിച്ച് mean velocity കണ്ടുപിടിച്ചിട്ട് discharge കണ്ടുപിടിക്കാൻ continuity equation യൂസ് ചെയ്യാം. Q is equal to A into V where A is the area of cross section. So ഇതാണ് Kennedy's theory യെ കുറിച്ചുള്ള introduction. Kennedy study നടത്തിയത് Upper Barry Dewar Canal in which is one of the oldest in Punjab, Pakistan. So അവിടുത്തെ കണ്ടീഷൻ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ for more than 30 years അവിടെ സിൽറ്റ് കറക്ഷന്റെ ആവശ്യമൊന്നും ആ സൈറ്റിൽ സിൽറ്റ് ക്ലിയറൻസിന്റെ ആവശ്യമേ സൈറ്റിൽ വന്നില്ല. And the water was flowing with non-scouring, non-silting velocity. അപ്പോൾ കെനഡിയുടെ സ്റ്റഡിയിൽ പറയുന്നത് എന്താണ്? ഫ്ലോയിങ് വാട്ടറിന് കെനാൽ ബെഡിന് അഗൈൻസ്റ്റ് ഫ്രിക്ഷനെ കൗണ്ടറാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എഡീസ് ഫോം ചെയ്യും. വെർട്ടിക്കൽ എഡീസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ വെർട്ടിക്കൽ എഡീസ് ആണ് സിൽറ്റിനെ സസ്പെൻഷനിൽ നിർത്തുന്നത്. ആൻഡ് സിൽ സപ്പോർട്ടിംഗ് പവർ ഇസ് പ്രൊപ്പോർഷണൽ ടു ബെഡ് വിഡ്ത്ത് ഓഫ് സ്ട്രിംഗ്. പിന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു നോൺ സ്കൗറിംഗ് നോൺ സെൽറ്റിംഗ് വെലോസിറ്റി ആയിട്ട് എടുത്തിട്ട് അവിടുത്തെ കണ്ടീഷൻസ് വെച്ച് ഇക്വേഷൻ കണ്ടുപിടിച്ചു. V0 is equal to 0.55 d raised to 0.64 where V0 is the critical velocity and d is the depth of flow. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ V0 is equal to 0.55 d raised to 0.64 അപ്പർ ബാരി ഡോവാർ കനാൽ അല്ലാതെ അതേപോലത്തെ സാൻഡി സിൽട്ട് ഗ്രേഡ് ഉള്ള വേറെ കനാൽ സിസ്റ്റത്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇൻ ജനറൽ എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് കെനഡി ലേറ്റർ കെനഡി റിയലൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സിൽറ്റ് ഫാക്ടർ ഓൺ ക്രിട്ടിക്കൽ വെലോസിറ്റി. സിൽറ്റ് ഫാക്ടറിന് ക്രിട്ടിക്കൽ വെലോസിറ്റിയിൽ സിൽറ്റ് ഫാക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ എന്നൊരു ടേം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്തു. വിച്ച് ഇസ് equal to critical velocity for the area divided by critical velocity for upper Barry Dewar Canal. അതായത് നമ്മൾ എടുക്കുന്ന ഏരിയയിലെ critical velocity divided by critical velocity of upper Barry Dewar Canal. അങ്ങനെ ആ critical velocityയുടെ ഫോർമുലയെ റീഫ്രെയിം ചെയ്തു. എങ്ങനെ റീഫ്രെയിം ചെയ്തു? V0 is equal to 0.55 m d raised to 0.64 എന്ന് എഴുതി. മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ കട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ Q is equal to A ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സോ ഇതാണ് കെനഡീസ് തിയറിയെ പറ്റി. ഇനി നമുക്ക് കെനഡീസ് തിയറി ഉപയോഗിച്ച് എങ്ങനെ കനാൽ ഡിസൈൻ ചെയ്യുമെന്ന് നോക്കാം. കെനഡീസ് തിയറി ഉപയോഗിച്ച് കനാൽ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് നോക്കാം. We usually design canal as a trapezoidal section. Canals എല്ലാം trapezoidal section ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്.
സ്ലോപ്പ് 1 vertical is to 1.5 horizontal ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. One vertical is to half horizontal slope provide ചെയ്യുന്നു. This is the depth of flow and this is D is the depth of flow and B is the bed width. So ഇങ്ങനെയായിരിക്കും canal section, trapezoidal section with one vertical is to half horizontal slope, bed width B and depth of flow D. ഇനി നമുക്ക് കെനഡീസ് തിയറി ഉപയോഗിച്ചുള്ള ഡിസൈനിന്റെ പ്രൊസീജിയർ നോക്കാം. ഡിസൈൻ പ്രൊസീജിയറിൽ തന്നെ രണ്ട് കേസ് ഉണ്ട്. കേസ് 1, given Q, N, M and S. Given Q, N, M and S. Q, N, M, S ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുള്ളപ്പോൾ എങ്ങനെ ഡിസൈൻ ചെയ്ത് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡിസ്ചാർജ് Q, കട്ടേഴ്സ് N, ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ M, ബെഡ് സ്ലോപ്പ് S. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ കെനഡീസ് തിയറി ഉപയോഗിച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് നോക്കാം. First step is assume trial value of D in meters. നമ്മൾ ഒരു ട്രയൽ ഡെപ്ത് ഓഫ് ഫ്ലോ അസ്യൂം ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ നമ്മൾ അസ്യൂം ചെയ്ത D ഉപയോഗിച്ച് we have to calculate critical velocity V0. Then we will find out V0 is equal to 0.55 md raised to 0.64. നമ്മൾ ആദ്യം ഒരു ഡെപ്ത് അസ്യൂം ചെയ്യും D in meters. അതിനുശേഷം we'll find out critical velocity using the formula V0 is equal to 0.55 md raised to 0.64. ഇതിൽ m വാല്യൂ തന്നിട്ടുണ്ട്. m വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിച്ച് ഏരിയ ഓഫ് ദ സെക്ഷൻ കണ്ടുപിടിക്കണം. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? A is equal to Q by V0. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിച്ച് ഏരിയ ഓഫ് ദ സെക്ഷൻ കണ്ടുപിടിക്കാം. A is equal to Q by V0. ഇപ്പൊ നമുക്ക് A അറിയാം, D നമ്മൾ അസ്യൂം ചെയ്തു, A കണ്ടുപിടിച്ചു. D A അറിയാവുന്നതുകൊണ്ട് ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന് A is equal to BD plus D square by 2. Side slope half is to 1. Side slope half is to 1 ആണെങ്കിൽ നമ്മുടെ ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ വെറ്റഡ് ഏരിയയുടെ ഫോർമുല എന്താണ്? BD plus D square by BD plus D square Z എന്നാണ് ഫോർമുല. Z is 1/2. ഇവിടെ Z വാല്യൂ 1/2. So വെക്റ്റഡ് ഏരിയയുടെ ഫോർമുല എന്താ? A is equal to BD plus D square by 2. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് you have to calculate B. നമ്മൾ ആദ്യം ഒരു ഡെപ്ത് അസ്യൂം ചെയ്യും ഇൻ മീറ്റേഴ്സ്. അത് വെച്ചിട്ട് ക്രിട്ടിക്കൽ വെലോസിറ്റി V0 കണ്ടുപിടിക്കും. 0.55 md raised to 0.64. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിച്ച് ഏരിയ ഓഫ് ദ സെക്ഷൻ കണ്ടുപിടിക്കും. A is equal to Q by V0. അപ്പൊ നമുക്ക് എയും അറിയാം, ഡി ഉണ്ട് കയ്യിൽ. എയും ഡിയും ഉണ്ടെങ്കിൽ ഏരിയയുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ബി കണ്ടുപിടിക്കാം. ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ വിത്ത് Z ഈക്വൽ ടു 1/2. സൈഡ്സിൽ 1/2 ആണെങ്കിൽ ഏരിയയുടെ ഫോർമുല എന്താണ്? BD plus D square by 2. അതായത് BD plus D square Z. അതാണ് ഫോർമുല ഫോർ വെക്റ്റഡ് ഏരിയ. ഫോർമുല ഉപയോഗിച്ച് എയും ഡിയും അറിയാം, ബി കണ്ടുപിടിക്കണം. Then calculate perimeter and hydraulic mean depth from the following relation. ഇനി നമ്മൾ calculate P and R. പെരിമീറ്ററും ഹൈഡ്രോളിക് മീൻ റേഡിയസും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? P is equal to B plus D root 5. P is equal to B plus D root 5. That is B plus D into root of 1 plus Z square. അതാണ് P is equal to B plus D root 5. അത് ഉപയോഗിച്ച് വെക്റ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കാം. And
R is equal to A by P. അപ്പോൾ വെറ്റഡ് പെരിമീറ്റർ കണ്ടുപിടിക്കാം, ഹൈഡ്രോളിക് മീൻ റേഡിയസ് ആറും കണ്ടുപിടിക്കാം. സോ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് വെറ്റഡ് പെരിമീറ്റർ P and hydraulic mean depth R. ഇനി 6 calculate actual mean velocity of flow V from Cutter's equation. So sixth step പറയുന്നത് ഇനി Cutter's equation യൂസ് ചെയ്ത് ആക്ച്വൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ V എന്താണെന്ന് കണ്ടുപിടിക്കണം. സിക്സ്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? Cutter's equation ഉപയോഗിച്ച് ആക്ച്വൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ക്യാപിറ്റൽ V കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് we have to see if V is equal to V0. If V is equal to V0, assumed depth is correct. D is correct. നമ്മൾ D assume ചെയ്തിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് സിക്സ്ത് സ്റ്റെപ്പിൽ വന്നിട്ട് V equal to V0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ assume ചെയ്ത D വാല്യൂ കറക്റ്റ് ആണ്. Otherwise, repeat with another D value. Otherwise, repeat with another D value till V equal to V0. നമ്മൾ അസ്യൂം ചെയ്ത D കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ വെലോസിറ്റി V കണ്ടുപിടിക്കുമ്പോൾ അത് V0 ആയിട്ട് ഈക്വൽ ആവും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത D കറക്റ്റ് ആണെന്ന് പറയാം. അസ്യൂം ചെയ്ത D കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ V ഈക്വൽ ടു V0 എന്ന് കിട്ടില്ല. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിയുടെ വാല്യൂ ഡിക്ക് വേറൊരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ചെയ്യണം വിയും V0യും സെയിം ആണോ. സോ യു ഹാവ് ടു കണ്ടിന്യൂ ദ പ്രൊസീജിയർ ടിൽ V ബിക്കംസ് ഈക്വൽ ടു V0. അതായത് ആക്ച്വൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് ഈക്വൽ ആവുന്നത് വരെ നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ കണ്ടു. Now we are moving on to case 2. ഡിസൈൻ തന്നെ അടുത്തൊരു കേസും കൂടെ ഉണ്ട്. Case 2, given Q, N, M and B by D ratio from Woods table. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് സെയിം ക്രോസ് സെക്ഷൻ ഉള്ള ചാനലാണ്. അതായത് 1:½ സ്ലോപ്പ് വരുന്നത്, 1 വെർട്ടിക്കൽ ടു ഹാഫ് ഹൊറിസോണ്ടൽ സ്ലോപ്പ് വരുന്നത് തന്നെയാണ് നമ്മൾ വീണ്ടും ഡിസൈൻ ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ ഡിസ്ചാർജ് Q, കട്ടേഴ്സ് N, ക്രിട്ടിക്കൽ വെലോസിറ്റി റേഷ്യോ M ആൻഡ് വുഡ്സ് ടേബിളിൽ നിന്ന് B by D റേഷ്യോയും കൂടെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഡെപ്ത് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല, B by D റേഷ്യോ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് is calculate A in terms of D. ഡിയുടെ ടേംസിൽ വെറ്റഡ് ഏരിയ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? B by D equal to X എന്ന് എടുക്കാം. B by D is equal to X. B by D വാല്യൂ തന്നിട്ടുണ്ട്. B by D is equal to X. അങ്ങനെയെങ്കിൽ B is equal to dx. B by D is equal to X ആണെങ്കിൽ B is equal to dx. അപ്പോൾ ഏരിയ എത്ര വരും? ഏരിയ will be equal to BD plus D square by 2. അതായത് B ക്ക് dx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏരിയ എത്ര കിട്ടും? D square into X plus 0.5. So B by D ratio X ആണെന്ന് തന്നിട്ടുണ്ട്. In terms of D you can calculate area A. B by D X ആണെങ്കിൽ B is equal to dx എന്ന് എടുത്ത് 1 vertical is to half horizontal slope വരുന്ന ചാനലിന്റെ ട്രപ്പിസോയിഡൽ ചാനലിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? BD plus D square by 2.
അതിൽ ബിക്ക് ഡി എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് എ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 0.5. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റിംഗ് ഏരിയ ഇൻ ടേംസ് ഓഫ് ഡി. ഇനി ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. V0 is equal to 0.55 m d raised to 0.64. ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. V0 is equal to 0.55 m d raised to 0.64. അപ്പോൾ ഈ ക്രിട്ടിക്കൽ വെലോസിറ്റിയും ഇൻ ടേംസ് ഓഫ് ഡി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡി സോൾവ് ചെയ്തെടുക്കാം. Q is equal to A into V0. Q തന്നിട്ടുണ്ട്, എയും V0യും ഇൻ ടേംസ് ഓഫ് ഡി ഉണ്ട്. സോ നമുക്ക് അതിൽ നിന്നും ഡി കണ്ടുപിടിക്കാം. Q is equal to A into V0, that is d square into x plus 0.5 into 0.55 m d raised to 0.64. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ in terms of d when you substitute for A and V0. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് d കണ്ടുപിടിക്കാം. d is equal to q divided by 0.55 m into x plus 0.5 the whole raised to 1 by 2.64. So V0 നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു in terms of t. എന്നിട്ട് Q is equal to AV0 എന്ന് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുത്തിട്ട് A V0യും in terms of d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Q is given. ആ ഇക്വേഷൻ Q is equal to AV0യിൽ d യുടെ ടേംസിൽ Aയും V0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Q യുടെ വാല്യൂ നമുക്കറിയാം. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് d കിട്ടും. d is equal to q by 0.55 m into x plus 0.5 the whole raised to 1 by 2.64. അപ്പോൾ നമുക്ക് d അറിയാം. Now we can calculate b and r. d കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് b ഉം r ഉം കണ്ടുപിടിക്കാം. എങ്ങനെ? b is equal to xd and r is equal to bd plus d square by 2 the whole divided by b plus d root 5. So d കിട്ടിക്കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് b ഉം r ഉം കണ്ടുപിടിക്കാം. ഇനി again ഫോർത്ത് സ്റ്റെപ്പിൽ കെനഡീസ് ഇക്വേഷൻ ഉപയോഗിച്ച് v0 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 0.55 m d raised to 0.64. V0 is equal to 0.55 m d raised to 0.64. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. d കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. ഇനി V0 യും r ഉം അറിയാം. സോ കട്ടേഴ്സ് ഇക്വേഷൻ ഉപയോഗിച്ച് ഫൈൻഡ് ബെറ്റ്സ് ലോ S. കട്ടേഴ്സ് ഇക്വേഷനിൽ V0 വാല്യൂ, വെലോസിറ്റി V0 വാല്യൂ കൊടുക്കുക. നമ്മൾ പറഞ്ഞു നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ മീൻ വെലോസിറ്റി ഓഫ് ആക്ച്വൽ മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോയും ക്രിട്ടിക്കൽ ഫ്ലോയും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ d സോൾവ് ചെയ്ത് കിട്ടി. അപ്പോൾ വീണ്ടും ഫോർത്ത് സ്റ്റെപ്പിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി V0 കണ്ടുപിടിച്ചു. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പിൽ കട്ടേഴ്സ് ഇക്വേഷനകത്ത് നമ്മൾ V0 വാല്യൂവും r വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n നമുക്ക് തന്നിട്ടുണ്ട്. സോ കട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്ത് ബെഡ് സ്ലോപ്പ് s കണ്ടുപിടിക്കാം. കട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്ത് ബെഡ് സ്ലോപ്പ് s കണ്ടുപിടിക്കാം. കട്ടേഴ്സ് ഇക്വേഷൻ ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് ട്രയൽ ആൻഡ് എറർ. കട്ടേഴ്സ് ഇക്വേഷനിൽ നിന്ന് s കണ്ടുപിടിക്കാൻ യു ഹാവ് ടു do trial and error to solve the Cutter's equation. Solve using trial and error. Trial and error ഉപയോഗിച്ച് വേണം സോൾവ് ചെയ്യാൻ.
ഒരു ചാനലിനെ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കനാൽ സെക്ഷൻ അല്ലെങ്കിൽ ഒരു ചാനൽ സെക്ഷൻ ഡിസൈൻ ചെയ്യുക പറഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ബെഡ് വിഡ്ത്ത് ബി, ഡെപ്ത് ഓഫ് ഫ്ലോ ഡി ആൻഡ് ഓൾസോ ദ ബെഡ് സ്ലോപ്പ് എസ്. ഫസ്റ്റ് കേസിൽ ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ബിയും ഡിയും മാത്രം കണ്ടുപിടിച്ചാൽ മതി. സെക്കൻഡ് കേസിൽ BD റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അപ്പം ഡി കണ്ടുപിടിക്കുന്നു, അതിൽ നിന്ന് ബി കണ്ടുപിടിക്കുന്നു, പിന്നെ നമ്മൾ ബെഡ് സ്ലോപ്പ് എസും കൂടെ കണ്ടുപിടിക്കണം. സോ ഡിസൈൻ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചാനലിന്റെ ബോട്ടം വിഡ്ത്ത് ഓർ ബേസ് വിഡ്ത്ത്, ഡെപ്ത് ഓഫ് ഫ്ലോ ഡി ആൻഡ് ഓൾസോ ബെഡ് സ്ലോപ്പ് എസ്. സോ 3 ഡിസൈൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഡിസൈൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ബി, ഡി ആൻഡ് എസ്. സോ 3 ഡിസൈൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. ബി ബെഡ് വിഡ്ത്ത്, ഡി ഡെപ്ത് ഓഫ് ഫ്ലോ ആൻഡ് എസ് ബെഡ് സ്ലോപ്പ്. സോ ഇത് 3ആണ് നമുക്ക് ഡിസൈൻ ഒരു കനാൽ സെക്ഷൻ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ.